നെഹ്റു ട്രോഫി വള്ളംകളിക്ക് പിന്നാലെ നിരവധി ആരോപണങ്ങളും പരാതികളും ഒക്കെ തന്നെ ഉയർന്നിരുന്നു. എന്നാൽ ഇതിൽ അന്തിമ ഫലം മാറ്റില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന തീരുമാനം. കാരിച്ചാൽ ചുണ്ടൻ തന്നെയായിരിക്കും ജേതാവ്. വിയപുരം ചുണ്ടൻ തുഴഞ്ഞ വില്ലേജ് ബോട്ട് ക്ലബിന്റെ പരാതി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. അലി അക്ബർ ഷാ നൽകും വിവരങ്ങൾ. അലി, നിരവധി പരാതികൾ ഉയർന്നിരുന്നു. ഇന്നിപ്പോൾ UBC കൈനകരിയും വീണ്ടും പരാതിയുമായി രംഗത്തെത്തിയത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഫലപ്രഖ്യാപനത്തിൽ മാറ്റമില്ല എന്നത് തന്നെയാണോ തീരുമാനം? കാരിച്ചാൽ ചുണ്ടൻ തന്നെയായിരിക്കും ജേതാവ്, അല്ലേ? വിനീത, ഏറെ വിവാദങ്ങൾ ഈ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഫൈനൽ റിസൾട്ടുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഈ ഫൈനൽ മത്സരം നടന്ന ദിവസം തന്നെ ഈ രണ്ടാം സ്ഥാനത്തെത്തിയ വിയപുരം തങ്ങളുടെ പരാതിയും പ്രതിഷേധവും അറിയിച്ച് പവലിയനിലെത്തിയിരുന്നു. അതിനുശേഷമാണ് അവർ ജില്ലാ കളക്ടർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകുന്നത്. നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിക്ക് ഗുരുതരമായ വീഴ്ച 2024 വള്ളംകളിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നതുൾപ്പെടെയുള്ള അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും പരാതിയുമായിട്ടായിരുന്നു ഈ വിയപുരം ബോട്ട് ക്ലബ്ബ് രംഗത്തെത്തിയിരുന്നത്. ആ ഘട്ടത്തിൽ തന്നെ ഇത് പരിശോധിക്കുമെന്ന് അധികൃതരുടെ ഭാഗത്തുനിന്ന് മറുപടിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ അപ്പീൽ ജൂറി കമ്മിറ്റി ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ലഭിച്ച പരാതികളെല്ലാം പരിശോധിച്ച് അതിന്റെ മറുപടി പറയാനാണ് ഇപ്പോൾ ഈ വാർത്താ സമ്മേളനം വിളിച്ചത്. ഈ പറഞ്ഞതുപോലെ വിയപുരത്തിന് പുറമെ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബും ഇത്തരത്തിൽ സമാനമായ ഒരു പരാതി ഉന്നയിച്ചിരുന്നു. അതായത് നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിക്കുമ്പോൾ ചുണ്ടലുകളെല്ലാം തയ്യാറാകുന്നതിന് മുൻപ് ചാർട്ടർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു. തങ്ങളുടെ ട്രാക്കിൽ മറ്റൊരു സ്പീഡ് ബോട്ട് കിടക്കുന്നത് കണ്ട് തങ്ങൾ തുഴയാൻ തയ്യാറല്ല എന്ന് തുഴ ഉയർത്തി കാണിച്ച് അറിയിച്ചിട്ടും അത് ശ്രദ്ധിക്കാതെ ചാർട്ടർ മത്സരം തുടങ്ങുകയായിരുന്നു എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ചായിരുന്നു കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് രംഗത്തെത്തിയിരുന്നത്. ഇന്ന് അതിനുശേഷം കളക്ടർക്ക് മറ്റൊരു പരാതി പോയി. അത് UBC കൈനകരിയാണ് പരാതി നൽകിയത്. അതിൽ അവർ ഉന്നയിക്കുന്ന പ്രധാന കാര്യമെന്ന് പറയുന്നത് ഈ തുഴയുന്നത് ആരെല്ലാം എന്ന കൃത്യമായ ലിസ്റ്റ് NTBR മത്സരത്തിന് മുൻപ് നൽകേണ്ടതുണ്ട്. ഈ ലിസ്റ്റിലുള്ള ആളുകളായിരിക്കണം അതത് ചുണ്ടലുകളിൽ തുഴക്കാരായി ഉണ്ടാകേണ്ടത്. പക്ഷേ ഈ UBC കൈനകരി ഉന്നയിച്ച ആരോപണം അനുസരിച്ച് വലിയൊരു അട്ടിമറി ഈ വിഷയത്തിൽ നടന്നിരിക്കുന്നു. NTBR ലിസ്റ്റിൽ ഇല്ലാത്ത ആളുകൾ ഈ വള്ളത്തിൽ ചുണ്ടലിൽ തുഴയുന്ന സാഹചര്യം ഉണ്ടായി. ഇത്തരത്തിൽ ഈ നിയമവിരുദ്ധമായി തുഴച്ചു നടത്തിയവരിൽ ഒരാൾ നിയമം പാലിക്കേണ്ട ഒരു പോലീസുകാരനാണ് എന്നതുൾപ്പെടെയുള്ള അതീവ ഗുരുതരമായ ആരോപണമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെട്ടത്. അത്തരത്തിൽ ലഭിച്ചിരിക്കുന്ന എല്ലാ പരാതികളും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഈ അപ്പീൽ ജൂറി കമ്മിറ്റിയുടെ വാർത്താ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് ഈ പള്ളാപ്പുഴത്ത് തന്നെയാണ് ഒന്നാം സ്ഥാനക്കാർ ജേതാക്കൾ. അതിൽ മറ്റ് തർക്കങ്ങളോ മറ്റ് ആരോപണങ്ങൾക്കോ കഴമ്പില്ല. ഈ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് ഉന്നയിച്ച ആരോപണം കഴമ്പില്ലാത്തതിനാൽ തള്ളിയിരിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്തെത്തിയ വിയപുരം അവർ നൽകിയ പരാതിയും തള്ളിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഈ തീരുമാനത്തോട് ബോട്ട് ക്ലബ്ബുകളുടെ പ്രതികരണം എന്താണ്? നിയമ നടപടികളിലേക്ക് നീങ്ങുക എന്നതാണോ അവരുടെ ഒരു തീരുമാനം? നേരത്തെ അത്തരം കാര്യങ്ങളാണല്ലോ അവർ ഉന്നയിച്ചിരുന്നത്. സ്വാഭാവികമായും വിനീത, ആദ്യഘട്ടത്തിൽ തന്നെ ഈ പരാതിയുമായി രംഗത്തെത്തിയ ഈ വിയപുരം ഉൾപ്പെടെയുള്ള ഈ ടീമുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് കൃത്യമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നത് തന്നെയാണ്. അതുപോലെ തന്നെ അതിനുശേഷം പരാതി ഉന്നയിച്ച കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് ആകട്ടെ, ഇന്ന് ഈ പരാതി നൽകിയിരിക്കുന്ന UBC കൈനകരി ആകട്ടെ, എല്ലാവരുടെയും ആവശ്യമെന്ന് പറയുന്നത് 2024 നെഹ്റു ട്രോഫി ബോട്ട് റേസിന്റെ ഫൈനൽ റിസൾട്ട് റദ്ദ് ചെയ്യണം, ഈ മത്സര വിജയം റദ്ദ് ചെയ്യണം എന്നതാണ് ഇവർ ഐക്യകണ്ഠേന ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്ന കാര്യം. അല്ലെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും ആവശ്യത്തിൽ കോമൺ ഫാക്ടറായി ഉള്ളത് ഈ വിജയം റദ്ദ് ചെയ്യണം എന്നുള്ളതാണ്. അത്തരത്തിലൊരു നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ ജില്ലാ കളക്ടർക്കും NTBR പരാതി നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് ജൂറിയുടെ ഈ നിലപാട് ഇപ്പോൾ ഏതായാലും വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞു. സ്വാഭാവികമായും ഇവർ മുകളിലേക്കുള്ള നിയമ നടപടികളിലേക്ക് കടക്കുമെന്ന കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. NTBR ഭാഗത്ത് അനുകൂലമായ ഒരു നിലപാട് ഉണ്ടായില്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് അവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇനി ഈ ബോട്ട് ക്ലബ്ബുകളുടെ പ്രതികരണം ഈ വിഷയത്തിൽ വരേണ്ടതുണ്ട്. എന്തായാലും ഈ അപ്പീൽ ജൂറി കമ്മിറ്റി ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. 2024 നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്ന ആരോപണങ്ങൾ, പരാതികൾ, ഇതിലൊന്നും കഴമ്പില്ല. ഉന്നയിക്കപ്പെട്ട പരാതികളെല്ലാം തള്ളിയിരിക്കുന്നു. 5 മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിൽ ഒന്നാം സ്ഥാനക്കാരായി പ്രഖ്യാപിക്കപ്പെട്ട പള്ളാത്തുരുത്ത് തന്നെ 2024 നെഹ്റു ട്രോഫി ജേതാക്കളായി തുടരും എന്നുമാണ് ഈ ഘട്ടത്തിൽ ഈ ജൂറി കമ്മിറ്റി അറിയിക്കുന്നത്. വിനീത, ശരി, ഏതായാലും ക്ലബ്ബുകളുടെ ഉൾപ്പെടെ പ്രതികരണം നമുക്ക് തേടേണ്ടതുണ്ട്. ഇപ്പോൾ അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത്. അന്തിമ ഫലത്തിൽ മാറ്റമില്ല എന്നത് തന്നെയാണ് അപ്പീൽ ജൂറിയുടെ തീരുമാനം.